കൊല്ലം കടപ്പാക്കടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പട്ടത്താനം വേപ്പാലമൂട് സ്വദേശി 41-കാരൻ ഫിലിപ്പാണ് കൊല്ലപ്പെട്ടത്. ഫിലിപ്പിന്റെ 2 സുഹൃത്തുക്കൾ പിടിയിലായത് സുഹൃത്തുക്കളായ ജോൺസണും മനോജും. രക്ഷപ്പെട്ട റാഫിക്കായി അന്വേഷണം തുടരുന്നു. AK സ്റ്റെഫിൻ നൽകും കൂടുതൽ വിവരങ്ങൾ. സ്റ്റെഫിൻ, ഈ 3 സുഹൃത്തുക്കൾ ചേർന്നാണ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയത്. മൂന്നാമനായി അന്വേഷണം നടക്കുകയാണ്. 2 പേർ പിടിയിലായിട്ടുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? സന്ധ്യ, ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഈ പട്ടിത്താനം സ്വദേശിയായിട്ടുള്ള ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ നായ്ക്കൊപ്പം വീട്ടിൻ്റെ പരിസരത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ വൈകുന്നേരത്ത് നടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പ്രശ്നങ്ങൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നായുമായി പോകുന്ന സമയത്ത് ആ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കൾ, മനോജ്, ജോൺസൺ, റാഫി, അവർ 3 പേരും ചേർന്ന് അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. തുടർന്ന് ഈ നായയെ കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉറക്കെ പറഞ്ഞു. ഇതിൽ ഫിലിപ്പ് പ്രകോപിതനായി. ഉടൻ തന്നെ അദ്ദേഹം നായയെ തൊട്ടടുത്ത വീട്ടിൽ കൊണ്ട് കെട്ടിയ ശേഷം തിരിച്ച് വരികയായിരുന്നു. തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഈ കൊല നടന്നിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു പ്രതിയെ പിടിച്ചു. മറ്റ് 2 പ്രതികളും രക്ഷപ്പെട്ടു. അതിൽ ജോൺസൺ, മനോജ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. റാഫിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് ഈസ്റ്റ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ കത്തി എവിടെ നിന്നാണ് ലഭിച്ചത്, ഈ പ്രതികൾക്ക് എങ്ങനെ കത്തി ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫിലിപ്പിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെ നടക്കും. ഇപ്പോൾ നിലവിൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ഫിലിപ്പിന്റെ മൃതദേഹമുള്ളത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നായയുമായി റോഡിലൂടെ നടന്നതാണ്. അതിലുണ്ടായ തർക്കവും പ്രകോപനവും ഒക്കെയാണ് ഫിലിപ്പിനെ സുഹൃത്തുക്കൾ തന്നെ കൊല്ലാൻ ഇടയായത്. 3 പേരാണ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയത്. അതിൽ ഒരാൾ ഒളിവിലാണ്. അയാൾക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ്.